Hello guys, it's me Adi. അപ്പോൾ ഇത്തവണ നമ്മൾ ഹ്യൂയന്റെ ഒരു സ്ക്രീൻ ടാബ്ലറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിന്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ. അതിനു മുമ്പ് നിങ്ങളുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 3 തരം ടാബ്ലറ്റ്സ് ആണ് കണ്ടുവരുന്നത്. ഒന്ന് ഗ്രാഫിക് ടാബ്ലറ്റ്, രണ്ടാമത്തേത് സ്ക്രീൻ ടാബ്ലറ്റ്, മൂന്നാമത്തെ ഓൾ ഇൻ വൺ ടാബ്ലറ്റ്. ഇനി ഗ്രാഫിക് ടാബ്ലറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ബോർഡ് പോലെയായിരിക്കും കാണുവാൻ. ഒരു USB പിൻ ഉണ്ടാവും. അത് നമ്മളുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മറ്റ് ടാബ്ലറ്റ്സിലോ കണക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് സ്ക്രീൻ ടാബ്ലറ്റ്. രണ്ടാമത്തേതാണ് സ്ക്രീൻ ടാബ്ലറ്റ്. അതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ക്രീൻ ഉണ്ടാവും. ഈ ടാബ്ലറ്റിനോടൊപ്പം തന്നെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അതിലേക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ മൊബൈലിലോ ടാബ്ലറ്റ്സിലോ ഉള്ള കണ്ടൻറ്റ് നമുക്ക് മിറർ ചെയ്തുകൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. സ്ക്രീൻ ടാബ്ലറ്റ്സ് 30,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹ്യൂയൻ, വാക്കം, അതുപോലെ XP പെൻ എന്നീ 3 ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതിലൊരു ഹ്യൂയൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. മൂന്നാമത്താണ് ഓൾ ഇൻ വൺ ടാബ്ലറ്റ്. പേര് പോലെ തന്നെ നമുക്ക് എല്ലാ പ്രോഗ്രാമിങ്ങും അതിൽ നടക്കും. എഡിറ്റിങ്, ഗെയിമിങ്, ഡ്രോയിങ് എല്ലാം നടക്കും. ഒരു OS ഓൾറെഡി ഇൻബിൽഡ് ആയിരിക്കും. OS എന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡ് ആകാം, iOS ആവാം, അതുപോലെ തന്നെ നമ്മുടെ വിൻഡോസ് ആയിരിക്കാം. ഏറ്റവും നല്ല ഒരു ടാബ്ലറ്റ് എന്നോട് പ്രിഫർ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ iPad Pro പറയും. കാരണം നമുക്കതിൽ നല്ല പ്രോക്രിയേറ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ പറ്റും. ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് ആണെങ്കിൽ അതിൽ ഓട്ടോഡെസ്ക്, അതുപോലെ തന്നെ IBIS പെയിൻറ്റെക്സ്, ഇപ്പോൾ വെക്ടർ ചെയ്യുകയാണെങ്കിൽ ഇല്ലുസ്ട്രേഷൻ, അഡോബ് ഇല്ലുസ്ട്രേഷൻ എന്നീ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ വിൻഡോസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷോപ്പോ മറ്റു കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോയിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ ജസ്റ്റ് അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പേര് ഹ്യൂയോൺ എന്ന ബ്രാൻഡാണ്. ഹ്യൂയോൻ്റെ Kamvas 30 Pro എന്ന പറഞ്ഞ വേരിയൻ്റ് ആണ് ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ്, അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈനേഴ്സ്, ആനിമേറ്റേഴ്സ്, അതുപോലെ ഡിജിറ്റൽ ആർട്ടിസ്റ്റുകളൊക്കെയാണ് കൂടുതലായിട്ട് സ്ക്രീൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്നത്. പൊതുവായിട്ട് കണ്ടുവരുന്നത് വാക്കം, ഹ്യൂയോൺ, XP പെൻ എന്നീ 3 ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് വരുന്നത്. നമ്മൾ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഹ്യൂയോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവരെ ലോഗോയും Kamvas മേക്ക് യുവർ ക്യാൻവാസ് ബൗണ്ട്ലെസ് എന്ന് പറഞ്ഞതും Kamvas Pro 30 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റും അതിൻ്റെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡ്രോയിങ്ങും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മളുടെ സ്ക്രീൻ ടാബ്ലറ്റ്. അപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 13.3 ഇഞ്ചസാണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. ഈ ഏകദേശം നമ്മളൊരു ലാപ്പിൻ്റെ ഒരു സൈസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷ്ഡ് ആണ്, മാറ്റ് ലാമിനേറ്റഡ് ഡിസ്പ്ലേ ആണ്, സൈഡിൽ ഷോർട്ട് കട്ട് കീസ് ഇൻബിൽഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ വാക്കം ഒക്കെ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ വാക്കം 1 എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് കീസ് ഒന്നും ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. സെപ്പറേറ്റ് ഒരു റിമോട്ട് വാങ്ങണം, അതും ഒരു കോസ്റ്റ്ലി ആണ്. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ് Kamvas 30 Pro എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ 35 മുതൽ 37K വരെ ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻ കാർഡ് പീൽ ഓഫ് ചെയ്തു. ഈ കാണുന്നതാണ് ഷോർട്ട് കട്ട് ബട്ടൺസ്. ഒരു ഹോം ബട്ടൺ എടുക്കുന്നുണ്ട്, പിന്നെ 4 ഷോർട്ട് കട്ട് കീസ്, ഒരു ടച്ച് ബാറും ഒരു പവർ ബട്ടണാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വളരെ സ്റ്റൈലിഷ് ആണ്. സി പോർട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ കണക്ട് ചെയ്യുന്നത് സ്ലീപ്പ് പോർട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്താൽ കാണുന്നത് സ്റ്റാൻഡാണ്. ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ആണ്. 2 ബാറ് കാണാം സ്റ്റാൻഡിൽ. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ഈ ഒരു ബഡ്ജറ്റിലുള്ള മറ്റു ടാബ്ലറ്റ്സിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ സ്റ്റാൻഡ് അഡ്ജസ്റ്റബിൾ ആണ്. മറ്റ് വാക്കം നോക്കുകയാണെങ്കിൽ XP പെൻ നോക്കുകയാണെങ്കിലും അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഹ്യൂയോൺ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് സ്റ്റാൻഡിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡും ഒരു സിൽവർ കളറിലാണ് വരുന്നത്. വളരെ ഫിനിഷിംഗ് ഉണ്ട്, നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. കണ്ടോ, 2 ബാറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു സ്റ്റാൻഡിലാണ് നമ്മളുടെ സ്ക്രീൻ ടാബ്ലറ്റ് വെക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഒരുപാട് റിവ്യൂസും ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. ഒരുപാട് നാളത്തെ ഒരു ഡ്രീമാണ് ഈ ഒരു പ്രൊഡക്റ്റ്.
അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് ക്രിറ്റ അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് നമ്മൾ പി സിയിൽ യൂസ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ വരയ്ക്കാം, വേണമെങ്കിൽ മൊബൈലിൽ യൂസ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനും ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ജസ്റ്റ് ഒരു സെക്കൻഡ് സ്ക്രീൻ മാത്രമാണ് നമ്മളെ സ്ക്രീൻ ടാബ്ലറ്റ്സ്. നമ്മളെ ഗ്രാഫിക് ടാബ്ലറ്റിൻ്റെ അപ്ഗ്രേഡ് വെർഷനാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റൈലസ് എന്ന് പറയുമ്പോൾ ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു കത്തി എന്താണോ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും, അതിന് സഹായിക്കുന്ന ഒരു പെന്നാണ് ഈ കാണുന്നത്. ഇതിൽ തന്നെ ഹ്യൂയാണെന്ന് അവർ ടെക്സ്റ്റ് ജസ്റ്റ് ഒരു പ്രിൻറ്റിങ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പെന്നിനെ കുറിച്ച് കൂടുതൽ ഇനി പറയാം. നെക്സ്റ്റ് ഇതാണ് നിബ് ഹോൾഡർ. അതായത് നിബ് ഹോൾഡ് ചെയ്യാനും പെന്ന് ഹോൾഡ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. നിബ്സ് ഉണ്ട് ഇതിൽ, ഏകദേശം 10ഓളം നിബ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഈ നിബ് റീപ്ലേസ് ചെയ്യാനുള്ളൊരു നിബ് റിമൂവറും സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പെൻ ഹോൾഡ് ചെയ്യാൻ പറ്റും. പെൻ ഇങ്ങനെ വെർട്ടിക്കലായിട്ടും അതുപോലെ തന്നെ ഹൊറിസോണ്ടലായിട്ടും നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ പെന്നിൽ തന്നെ നമുക്ക് 2 ബട്ടൺസ് കാണുന്നുണ്ട്. അതിൽ നമുക്ക് ഷോർട്ട് കട്ട് കീസ് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇറേസറോ ആക്റ്റീവായിട്ടോ പെന്നോ എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഈ കാണുന്നതാണ് ക്വിക്ക് ഗൈഡ് മാനുവലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, നമുക്ക് വൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടി ഒരു ക്ലോത്തും പിന്നെ ഒരു വാറൻറ്റി കാർഡും അതിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ആ മാനുവൽ ജസ്റ്റ് ഒരു CD പോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് വാറൻറ്റി കാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ ഒരു ക്വിക്ക് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, എങ്ങനെ കണക്ട് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ ഡ്രൈവറൊക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാണുന്നത് ഒരു ക്ലോത്താണ്, നമുക്ക് വൈപ്പ് ചെയ്യാനൊക്കെ, നമ്മളുടെ സ്ക്രീൻ ടാബ്ലറ്റ് വൈപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്. അതിലും ഹ്യൂയൻ്റെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഹ്യൂയൻ്റെ ലോഗോ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലോത്തൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറിലൊരു ക്ലോത്ത് വൈപ്പ് ചെയ്യാനും യൂസ് ചെയ്യാനാണ്. ക്ലോത്ത് ഒന്ന് നിവർത്തി നോക്കാം, കണ്ടോ ഹ്യൂയൻ്റെ ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്, ഹ്യൂയൻ്റെ ഒരു ലോഗോ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. പിന്നെ കൊടുത്തിരിക്കുന്ന ഒരു 3-in-1 ഒരു കേബിളാണ്. ആ കേബിള് അതായത് അതിലൊരു HDMI ഒരു കേബിള്, ഒരു പോർട്ടിൻ്റെ കേബിളും കൊടുത്തിട്ടുണ്ട്, ഒരു USB കേബിള്, പിന്നെ അതുപോലെ തന്നെ പവർ നമ്മളൊരു C കേബിളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഒരു ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പവർ അഡാപ്റ്റർ ആണ് ആ 3-in-1 കേബിളിൽ ഒരെണ്ണം കണക്ട് ചെയ്യുന്നത് ഈ പവർ അഡാപ്റ്ററിലേക്കാണ്. നമ്മളെ HDMI ആ പോർട്ട് നമ്മളുടെ ലാപ്പിലേക്കോ കണക്ട് ചെയ്യാം. അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമ്മളുടെ ഫോണിലേക്കോ സെപ്പറേറ്റ് അഡാപ്റ്റർ വാങ്ങുകയാണെങ്കിൽ ഫോണിലേക്കോ ടാബ്ലറ്റിലേക്കോ നമുക്ക് ഈ സ്ക്രീൻ ടാബ്ലറ്റ് കണക്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലാപ്പിലേക്ക് കണക്ട് ചെയ്യാണ്. ആ ഒരു ഹ്യൂയനിലേക്ക് C കേബിള് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ലാപ്പിലേക്ക് ആ 3 കേബിൾസും കണക്ട് ചെയ്യണം. ഒന്ന് നമ്മളുടെ പവറിലേക്കാണ് പോകുന്നത്, ഒരു USB കേബിളും HDMI കേബിളും നമുക്ക് നേരെ ലാപ്പിലേക്കും കണക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ലാപ്പിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിനി HDMI പോർട്ടിൽ ആ ഒരു കേബിൾ കണക്ട് ചെയ്യാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ കുറേ കണ്ടു, പിന്നെ കുറേ എന്താ പറയുക ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഈ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ലെവലും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ബ്രാൻഡാണ് ഹ്യൂയോൺ. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്, കണ്ടോ നമ്മുടെ സ്ക്രീൻ അപ്പോൾ തന്നെ മിററായി വന്നിട്ടുണ്ട്. ഈ ഒരു പെന്ന് യൂസ് ചെയ്തിട്ടാണ് നമുക്കിനിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ വേണമെങ്കിൽ ഞാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും വാങ്ങി യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ജസ്റ്റ് ഗൂഗിളിൽ ഇതിൻ്റെ ഹ്യൂയൻ്റെ സോഫ്റ്റ്വെയർ അവരെ സൈറ്റിൽ കയറിയിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാം. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ജസ്റ്റ് ഷോർട്ട് കട്ട് കീസൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വളരെ സ്മൂത്താണ് കേട്ടോ. അതായത് നമുക്ക് പെന്ന് സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 2-3 സെൻറ്റിമീറ്റർ അകലെ പിടിച്ചാലും നമുക്ക് ആ പ്രഷർ ലെവൽ അറിയാൻ പറ്റും. ഇതിനൊരു സ്ക്രീൻ ടാബ്ലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൗസ് യൂസ് ചെയ്യുന്ന പോലെയല്ല. അതായത് നമുക്ക് കറക്റ്റ് പ്രഷർ, ഇപ്പോൾ ഒരു പേപ്പറിലൊരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പോലെ, ഇപ്പോൾ ഒരു പെൻസിൽ നമ്മൾ പയ്യെ പ്രഷർ ചെയ്ത് വരച്ചാൽ വരുന്ന സ്ട്രോക്കും അതുപോലെ തന്നെ നമുക്ക് പ്രഷർ കൊടുത്ത് വരച്ചാൽ വരുന്ന സ്ട്രോക്കും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. ആ ഒരു
അതേ നമുക്ക് മെത്തേഡിൽ തന്നെ നമുക്കിതിൽ വരയ്ക്കാൻ പറ്റും ഈ ഒരു പെൻ യൂസ് ചെയ്തിട്ട്. ആ പ്രഷറും സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പ്, ക്രിത്ത, അതുപോലെ തന്നെ കോറൽ ഡ്രോ, കോറൽ പെയിൻറ്റർ, അഡോബ് ഇല്ലുസ്ട്രേറ്റർ, അങ്ങനെ ഡ്രോയിങ് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിൽ വരയ്ക്കാം. ആനിമേറ്റേഴ്സിന് യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുന്നവർക്ക് ഒക്കെ അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ക്രീൻ ടാബ്ലറ്റാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ക്രീൻ ടാബ്ലറ്റാണ്. ഞാൻ ഈ ഒരു ബഡ്ജറ്റിൽ നോക്കിയപ്പോൾ മറ്റ് ബ്രാൻഡായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഒരു ബ്രാൻഡായിട്ടും അതുപോലെ തന്നെ ഒരു വേരിയൻ്റ് ആയിട്ടും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതന്നെ പർച്ചേസ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറയാം. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് റെസൊല്യൂഷൻ, പ്രഷർ ലെവൽ, സ്ക്രീൻ സൈസ്, പ്രഷർ കീസ്, ടിൽറ്റ് മോഡ്. അത് റെസൊല്യൂഷൻ 1920 x 1980, അതായത് HD റെസൊല്യൂഷനാണ് വരുന്നത്. പ്രഷർ ലെവൽ 8192 പ്രഷർ ലെവലാണ് വരുന്നത്. സ്ക്രീൻ സൈസ് പറയുകയാണെങ്കിൽ 13.3 ആണ് സ്ക്രീൻ സൈസ് വരുന്നത്. 13.3 ഇഞ്ചസ് IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രസ് കീസ് എന്ന് പറയുമ്പോൾ 4 കീസും ഒരു ടച്ച് ബാറും ഉണ്ട്. നമ്മൾ പറഞ്ഞു ഷോർട്ട് കട്ട് കീസ്. ടിൽറ്റ് മോഡ് സപ്പോർട്ടാണ്. 60 ഡിഗ്രിയാണ് ടിൽറ്റ് മോഡ് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.